25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞു. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ഇലക്ഷന് ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാ. പൂഞ്ഞാറിന്റെ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട, ജയിച്ചു കഴിഞ്ഞു. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. പാലായും ജയിക്കും, ഒരു സംശയം വേണ്ട. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. 1 കോടി രൂപ പറ്റി വെച്ചേക്കാം, പൂഞ്ഞാറ് ഞാൻ ജയിച്ചു. 100 രൂപ ആർക്കും വരാം. അത്ര ആത്മവിശ്വാസത്തിലാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. 11 സീറ്റ് വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയാണ് എന്റെ മുമ്പിലുള്ളത്. ജനനേതാക്കന്മാരെ ഒക്കെ വിളിച്ചിട്ട് വളരെ വിശദമായി ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കൊടുത്താൽ കൊള്ളാമെന്ന് എൻ്റെ ആഗ്രഹം. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്ന് പറഞ്ഞു ഓടിയത് ഞാനോരെ പറ്റിച്ച്. UDF നേരിയ ഒരു ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള ഒരു പ്രവചനമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ ഇനി എന്താകും? നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ. UDF ഭൂരിപക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് തകർച്ച വീണ്ടും ആരംഭിക്കുന്നു. LDF UDF ഒന്നല്ലേ, നമ്മളെയാണല്ലോ മച്ചമ്പി. ഇമ്മാർ രണ്ടും ഒരു പാത്രത്തിലല്ലേ ഭക്ഷണം കഴിക്കുന്നേ. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. യാതൊരു സംശയം വേണ്ട, ഇത്തവണ 65 സീറ്റിൽ കൂടുതൽ ഒരു കാരണവശാലും കോൺഗ്രസിന് കിട്ടുകയില്ല. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. 29 ഇലക്ഷനുകൾക്ക് ഒറ്റയ്ക്ക് BJP അധികാരത്തിൽ വന്ന് ഞാൻ കാണിച്ചു തരാം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. അപ്പൊ ഓക്കെ, ഇനി ബാക്കി അടുത്ത ഞായറാഴ്ച.